കാലം തെറ്റി പതിവുകൾ തെറ്റിയാണ് നമ്മുടെ ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത്. കാലം തെറ്റി കടന്നു പോകുന്നതിൻ്റെ ഒരു മാറ്റമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ സുന്ദരിക്കുട്ടികൾ. രാത്രിയിൽ നിലാവിൻ്റെ ചാരുതയിൽ വശ്യ സുഗന്ധം കൊണ്ടും ഭംഗി കൊണ്ടും ആരുടെയും മനം കൊതിപ്പിക്കുന്ന ഈ സുന്ദരിക്കുട്ടിയെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇവളാണ് ക്യൂൻ ഓഫ് ദ നൈറ്റ്, ബെത്ലഹേം ലില്ലി, ഡച്ച്മാൻസ് പൈപ്പ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നിശാഗന്ധി. ഒറ്റ നോട്ടത്തിൽ ഇലകളിൽ നിന്നും മുട്ടിട്ട് രാത്രിയിൽ മാത്രം വിരിയുന്ന പൂക്കളുള്ള ചെടിയാണ് എന്ന് തോന്നുന്ന ഈ രാജകുമാരിയെക്കുറിച്ച് ഒരു രഹസ്യം പറയട്ടെ. ഈ രാജകുമാരിക്ക് ഇലകളില്ല. എന്താ, വിശ്വാസമായില്ല അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഈ കൊച്ചെന്ത് ബുദ്ധിയില്ലാത്തവരാണ് ഈ പറയുന്നത്. വീഡിയോയിൽ ഇത്രയും നന്നായിട്ട് കാണിച്ചിട്ട് ഇതിന് ഇലകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്മതിക്കുമെന്നല്ലേ? പക്ഷേ ഈ കാണുന്നത് നിശാഗന്ധിയുടെ ഇലകളല്ല, അതിൻ്റെ തണ്ടുകളാണ്. നമ്മുടെ കള്ളിമുൾ ചെടികൾക്ക് ഇലകളുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് കാക്ടേസിയ കുടുംബത്തിലെ ഒരംഗമായ നിശാഗന്ധിക്കും പച്ച നിറത്തിലുള്ള കാണ്ഡം പരന്ന് ഇലകളുടെ ഷേപ്പിൽ കാണപ്പെടുന്നു എന്നതാണ് സത്യം. വർഷത്തിൽ ഒന്നു മാത്രം, അതായത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് നിശാഗന്ധിയുടെ പൂക്കാലം എന്ന് പറയുന്നത്. എല്ലാ കൊല്ലവും വിഷുവിൻ്റെ സമയത്താണ് സാധാരണ ഈ സുന്ദരിക്കുട്ടി പൂക്കാറ്. പക്ഷേ കാലം മാറിയപ്പോൾ കോലം മാറി എന്ന് പറയുന്ന പോലെ ഈ സുന്ദരിക്കുട്ടിയുടെ കാലവും മാറിപ്പോയി ഒന്ന് വിരിഞ്ഞതാട്ടോ. പക്ഷേ ഉണ്ടായപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ. കാണാൻ നല്ല രസമല്ലേ? നിശാഗന്ധിയുടെ ഉള്ളിലെ ഈ ഭംഗിയുള്ള കേസരങ്ങൾ അനന്തശയനം എന്ന പേരിലും ഈ ചെടി അറിയപ്പെടാൻ കാരണമായി. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഭക്തിയുടെ പ്രതീകമായിട്ടും നിശാഗന്ധി വളർത്തി വരുന്നു. ഇലകളെന്ന് തോന്നിപ്പിക്കുന്ന ഈ തണ്ടിലാണ് നമ്മുടെ കുഞ്ഞുമുട്ടുകൾ ഉണ്ടാവുന്നത്. കുഞ്ഞുമുട്ടുകൾ ഒരു 5 ദിവസത്തിനുള്ളിൽ വലുതാവുകയും ഈ വളർന്നു വന്ന മുട്ടുകൾ വൈകുന്നേരം 5 മണിയോടുകൂടി വിടരാൻ തുടങ്ങുകയും ചെയ്യുന്നു. വിടരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അർദ്ധരാത്രിയോട് കൂടി മാത്രമാണ് പൂർണ്ണമായും ഈ പൂക്കൾ വിരിയുക. ഇങ്ങനെ അർദ്ധരാത്രിയിൽ വിരിയുന്ന ഈ പൂക്കൾക്ക് നല്ല നറുമണവുമായിരിക്കും. പക്ഷേ നമ്മുടെ കേരളത്തിൽ സുപരിചിതമല്ല എങ്കിൽ പോലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ നിശാഗന്ധി. ദേ ഈ കാണുന്നത് ഇന്നലെ വിരിഞ്ഞ സുന്ദരിക്കുട്ടിയാട്ടോ. ഒരു ദിവസം മാത്രം, ഒരു രാത്രി മാത്രം ആയുസ്സുള്ള പൂക്കളാണ് നിശാഗന്ധിയുടേത്. അതുകൊണ്ട് തന്നെയാകാം നമ്മുടെ കേരളത്തിൽ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളിൽ നിശാഗന്ധിക്ക് ഒരുപാട് സ്ഥാനമില്ലാതെ പോയത്. പക്ഷേ എങ്കിലും കള്ളിമുൾ ചെടികളുടെ വർഗത്തിൽ പെട്ടതാണെങ്കിൽ പോലും ഇതിന് മുള്ളുകളില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ കള്ളിമുൾ ചെടികൾക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു താങ്ങൊന്നും കൊടുക്കാതെ വളരും. പക്ഷേ നിശാഗന്ധിക്ക് ഒരു താങ്ങ് കൊടുത്ത് വേണം എപ്പോഴും വളർത്താനായിട്ട്. നമ്മുടെ ഈ കാണുന്ന ചെടി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ഒരു താങ്ങില്ല എങ്കിൽ ഇത് നിലത്തേക്ക് പടർന്നു കിടന്നാവും വളരുക. അങ്ങനെ കിടന്നാൽ തന്നെ നമ്മുടെ ചെടിയിലെ പൂക്കളൊന്നും നമുക്ക് ശരിക്കും കാണാനും പറ്റത്തില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ നിശാഗന്ധി ചെടി ഒരു തവണ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോവില്ല കേട്ടോ. ദേ ഈ കാണുന്നതാണ് നമ്മൾ ആ പൂക്കളുണ്ടായ സുന്ദരിക്കുട്ടിയുടെ ചെടി. പൂക്കളെല്ലാം പോയ ശേഷം നമ്മളൊന്ന് വെട്ടിവിട്ടായിരുന്നു. ഒരുപാട് വളർന്ന ശേഷമാണ് പൂക്കൾ നിറയായിരുന്നു. അപ്പോൾ ഒത്തിരി പടർന്നു പോയതുകൊണ്ട് തന്നെ കുറച്ചങ്ങ് വെട്ടിവിട്ടു. ദേ ഇതുപോലെയുള്ള ഇലകൾ മുറിച്ച് നട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ചില ഇലകളിൽ ദേ ഇതുപോലെ ചെറിയ വേരുകളുണ്ടാകും. ഇനി വേരുകളില്ലെങ്കിൽ പോലും തൈകൾ പിടിച്ചു കിട്ടാൻ ഒരു വിഷമവും ഇല്ല. നിശാഗന്ധി ഒരു തവണ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും പോകത്തില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ സുന്ദരി ചെടി. ഇത് നമ്മുടെ പൂന്തോട്ടത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 40-45 കൊല്ലത്തോളം ആയി. പൂക്കളെല്ലാം പോയ ശേഷം വർഷത്തിലൊന്ന് നമ്മൾ ഇവിടെ ഒരു 3 മീറ്റർ നീളത്തിൽ 3 മീറ്റർ താഴത്തോട്ട് നിർത്തിയിട്ട് ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് വിടും. അങ്ങനെ കട്ട് ചെയ്ത് വിട്ടാലും അടുത്ത കൊല്ലം ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേനും നിറയെ പൂക്കളായിരിക്കും കേട്ടോ. ഈ സുന്ദരിക്കുട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കെയറിങ്ങിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. വർഷത്തിലൊന്ന് പൂക്കൾ വിരിയുന്നുവെങ്കിലും ആ വിരിയുന്ന സമയങ്ങളിൽ നമ്മുടെ വീടും പരിസരവും സുഗന്ധം പൊഴിക്കുന്ന ഈ സുന്ദരിക്കുട്ടിക്ക് വല്ലപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലുള്ള ഇനി പോട്ടിലാണ് നടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വളങ്ങളുടെ കാര്യത്തിലായാലും പോട്ടിലാണെങ്കിൽ മാത്രം ഒരു 2 മാസമോ 3 മാസമോ ഒക്കെ കൂടുമ്പോൾ കുറച്ച് എന്തെങ്കിലും വളം, അതും നമ്മുടെ ജൈവവളം മാത്രം, ചാണകപ്പൊടി മാത്രം മതി. വേറൊരു വളത്തിൻ്റെ ആവശ്യവും ഇല്ല. പിന്നെ ഈ ചെടി നമ്മൾ നനച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ കടുത്ത വേനലൊക്കെ വരുമ്പം മാസത്തിൽ 2-3 തവണ മാത്രമാണ് നനച്ചു കൊടുക്കുക. ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് നട്ടാൽ ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ കളറ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെടി ഇല്ലാതെയായി പോവും. പക്ഷേ പേടിക്കണ്ട കേട്ടോ, ഇത് നമ്മൾ പറഞ്ഞല്ലോ വർഷത്തിൽ ഒന്ന് നമ്മൾ
ഒന്ന് വെട്ടി നിർത്തുമെന്ന് പറഞ്ഞല്ലോ. ഈ വെട്ടിയിട്ട് നമ്മൾ കളയാൻ വേണ്ടി കൊണ്ടുപോയിടുന്ന ചെടികൾ പോലും ചിലപ്പോൾ മുളച്ച് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മണ്ണിലെ ആ നനവ് തട്ടി ഇത് പിടിച്ചു വരും. കള്ളിമുൾ ചെടിയാകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, അതിൻ്റെ വർഗ്ഗത്തിലുള്ളതാകുമ്പോൾ, അതിൻ്റെ ഒരു ഫാമിലിയിലുള്ളതാകുമ്പോൾ ഇതും അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കുമല്ലോ. ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര മടിയന്മാർക്കും എന്തിനേറെ തീരെ സമയമില്ല എന്ന് പറയുന്നവർക്കും ഈ സുന്ദരിക്കുട്ടിയെ ഒരു കുഞ്ഞി ചെടിച്ചട്ടി നട്ടാലും വർഷത്തിൽ ഒരു തവണ ഒരു പൂവെങ്കിലും വിടരാതിരിക്കത്തില്ല കേട്ടോ. പൂക്കാലമല്ലാത്ത സമയത്ത് നല്ലൊരു ലീഫ് പ്ലാന്റ് ആയിട്ടും, ഇനി പൂക്കൾ ഉണ്ടാവുന്ന സമയത്തോ നറുവസന്തം നിറച്ചു നറുമണം തൂവുകയും നമ്മുടെ മനം കവരുന്ന ഈ സുന്ദരിക്കുട്ടിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി ഈ സുന്ദരിക്കുട്ടി എവിടെ കണ്ടാലും കൂടെ കൂട്ടിക്കോളൂല്ലോ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ. എങ്കിൽ മാത്രമാണ് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.